ഞാൻ എഴുതുന്ന ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം KS എക്സാമാണ്. അതിനു മുമ്പ് ഞാനൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതിയിട്ടില്ല. ഫസ്റ്റ് എക്സാമാണ്. അത് ഞാനൊരു UPSC ആസ്പിറന്റ് ആയിരുന്നില്ല ഒരിക്കലും. ഞാൻ ആദ്യം ബേസിക്കലി ചെയ്തത് മറ്റാരുമായിട്ടും എന്നെ കമ്പയർ ചെയ്തില്ല. ഡു മൈ ബെസ്റ്റ്. എനിക്ക് പറ്റുന്നത് എന്താണോ അതിന്റെ മാക്സിമം ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഈ സമയത്തെ പറ്റി ആലോചിച്ച് വറി ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അത്രയും സമയം കൂടി നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. നമുക്ക് ഒരു പ്ലാൻ B ഉണ്ടാക്കാം, C ഉണ്ടാക്കാം, അതെല്ലാം ഉണ്ടാക്കാം. പക്ഷെ അതെല്ലാം നമ്മൾ ഈ കുറച്ച് ഇപ്പൊ 3 മാസമേ ഉള്ളൂ എന്ന് പറയും. 3 മാസത്തിലേക്ക് നമ്മൾ അത്തരം ചിന്തകളെല്ലാം മാറ്റിവെക്കുക. നമ്മുടെ ഒരുപാട് സമയം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഇത്രയും വർഷം സ്പെൻഡ് ചെയ്തു. ഇനി ഒരു 3 മാസം നമ്മൾ അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യണ്ട. അത് നമുക്ക് പിന്നീട് വറി ചെയ്യാം. ആ ഒരു വറി ടൈം നിങ്ങൾ മാറ്റി വെക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ തീരുമാനിക്കുക നമുക്ക് എവിടെ എത്തണം. ഒരു വറി ടൈം എനിക്ക് ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു വറി ടൈം മാറ്റി വെക്കാം. വൈകുന്നേരം ഇന്നിപ്പോ തൽക്കാലം വറി ചെയ്യണ്ട, വൈകിട്ട് ഒരു 6 തൊട്ട് 6:30 വരെ വറി ടൈം ആയിട്ട് മാറ്റി വെക്കും. ഇത് ഞാൻ എവിടെന്നോ കിട്ടിയ ടിപ്പാണ് കേട്ടോ. ഞാൻ എനിക്ക് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എവിടെന്നോ കിട്ടിയ ഒരു ടിപ്പാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ടെൻഷൻ അടിക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട, 6 തൊട്ട് 6:30 വരെ എനിക്ക് സമയമുണ്ടല്ലോ, അപ്പൊ ടെൻഷൻ അടിക്കാം. പക്ഷെ അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. ഓരോരുത്തർക്കും അവരവരുടെ രീതി ഉണ്ടാവും. നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മുടെ സമയത്തെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അതൊരു വലിയ കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സ്ട്രെങ്തിൽ വിശ്വസിച്ച് വർക്ക് ചെയ്യുക. ഏത് ചുരുങ്ങിയ സമയമാണെങ്കിലും ആ സമയത്തെ മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണൊരു വർക്കാവുന്ന പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു.